ഇനി കണ്ണൂരിലെ ഒരു ഉമ്മ നടത്തുന്ന ഒരു മുന്തിരി കൃഷിയുടെ കാഴ്ചകളിലേക്കാണ്. അവിടെ കണ്ണൂർ ഉളിക്കൽ ലുച്ചിയാട്ടെ നസീമയാണ് വീട്ടുമുറ്റത്ത് മുന്തിരിക്കുലകൾ ഇങ്ങനെ വിളവെടുപ്പിന് തയ്യാറായി പാകമായി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. 5 സെന്റ് സ്ഥലമാണ് ആ വീടും പുരയിടം. അതിന് മുറ്റത്ത് ഒരു കൗതുകത്തിന് പാകി നോക്കിയതാണ്. അത് കടയിൽ നിന്ന് വാങ്ങിയ മുന്തിരി, അതിലെ കുരു എടുത്ത് പാകി നോക്കിയതാണ്. പക്ഷെ അത് ഭംഗിയായി ഇപ്പോൾ വളർന്നു നിൽക്കുന്നു. അതിൻ്റെ വിളവെടുപ്പ് സമയമാണ്. നമുക്ക് നസീമയുടെ വീട്ടിലെ മുന്തിരി കാഴ്ചകൾ കാണാം. ിനിടയിൽ മുന്തിരി കൃഷിയിലും നൂറുമേനി വിളയിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ഉളിക്കൽ നുച്ചിയാട്ടെ നസീമ. ജോലിയുടെ ഇടവേളകളിൽ വീട്ടുമുറ്റത്ത് പച്ചക്കറികൾക്കൊപ്പം നട്ടുവളർത്തിയ മുന്തിരിച്ചെടി ഇപ്പോൾ വളർന്ന വിളവെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. അഞ്ച് സെന്റ് മാത്രമുള്ള വീട്ടുമുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിക്കുലകൾ വേറിട്ട കാഴ്ചയാണ്. 5 വർഷം മുൻപ് കടയിൽ നിന്നും വാങ്ങിയ മുന്തിരിയുടെ കുരുവാണ് ഒരു കൗതുകത്തിന് പാകിയത്. അവയിൽ 2 എണ്ണം മുളയിട്ടു. 1 വർഷം കൊണ്ട് മുന്തിരിവള്ളി പടർന്നു പന്തലിച്ചെങ്കിലും കായ്ച്ചില്ല. മുന്തിരി കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. 1 വർഷമാകുമ്പോഴത്തേന് ഫുള്ള് വള്ളികൾ ഇങ്ങനെ പടർന്നു വന്നു. അപ്പൊ ഇത് കായ്ക്കാത്ത കൊണ്ട് ഇതെങ്ങനെ കായ്ക്കുന്നത് എന്തുകൊണ്ടാ കായ്ക്കാത്തെന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി. കാരണം നല്ല കരുത്തോടു കൂടിയാ വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ആരോഗ്യശേഷിയുള്ള തണ്ടുകളും ഇലകളൊക്കെ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ പുതിയ തളുപ്പ് വരുമ്പോ അതിനോട് കൂടിയാ ഇത് യൂട്യൂബ് നോക്കി പഠിച്ചു. അങ്ങനെ ഇപ്പം 3 വർഷമായി ഇതിന്റെ മേലെ കായ്ക്കുന്നു. ഇക്കൊല്ലം നല്ലോണം കായ്ച്ചു, നിറച്ചും കായ്ച്ച് പിന്നെ പഴുക്കാനും തുടങ്ങി. മഴ നിന്ന ആ സമയത്ത് ഡിസംബറിൽ മഴ അങ്ങ് മാറുമല്ലോ, ആ ഒരു ടൈമിന് നമ്മളിത് എല്ലാം നല്ല കട്ട് ചെയ്തെല്ലാം ക്ലിയർ ആയി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ തളുപ്പോട് കൂടിയ ഇത് പൂക്കുന്നത്. കാലാവസ്ഥ ഇതിന് മഴ വേണ്ട, മഴ വേണ്ട, ഇതിന് വെയിലാണ് വേണ്ടത്. പിന്നെ ഇത് പൂത്ത് വരുമ്പോ നമ്മൾ അധികം നനച്ചു കൊടുക്കാൻ പാടില്ല. നനച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും. ഇതിപ്പോ പുളിയല്ല, ഇതിപ്പം പച്ചയായാലും തിന്നാൻ നല്ല ടേസ്റ്റാ. കൃത്യമായ പരിപാലനം ലഭിച്ചതോടെ മുന്തിരിവള്ളികൾ കായ്ക്കാൻ തുടങ്ങി. 3 വർഷമായി നസീമയുടെ വീട്ടുമുറ്റത്തെ ഈ മുന്തിരിവള്ളികൾ നിറയെ കായ്ഫലം നൽകുന്നുണ്ട്. വിൽക്കാൻ മാത്രമില്ലെങ്കിലും അയൽവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ നസീമ മുന്തിരി വിതരണം ചെയ്യുന്നുമുണ്ട്. മുന്തിരി പടർന്നു പന്തലിക്കാൻ വീട്ടുമുറ്റത്ത് ഇരുമ്പു കമ്പികൾ കൊണ്ട് പന്തലും ഒരുക്കിയിട്ടുണ്ട്. രാസവളം ഉപയോഗിക്കാതെയാണ് മുന്തിരിവള്ളി പരിപാലിക്കുന്നത്. കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയുമാണ് വളമായി ഉപയോഗിക്കുന്നത്. മുന്തിരി കൂടാതെ മറ്റ് വിവിധതരം പഴങ്ങളും പച്ചക്കറികളും നസീമ കൃഷി ചെയ്യുന്നുണ്ട്.